കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔദ്യോഗിക കണക്ക് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് വഴിയായിട്ടും കൺസ്യൂമർ ഫെഡ് വഴിയായിട്ടും ഇനി കള്ള് ഷാപ്പ് വഴിയായിട്ടും ഒക്കെയുള്ള, അതായത് ഡയറക്റ്റ് ത്രൂ പ്രോപ്പർ ചാനൽ ഗവൺമെൻറ്റിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 1985 55 കോടി രൂപയായിരുന്നു ഒരു വർഷത്തെ വിറ്റുവരവ്. അതിങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2023 ലേറ്റസ്റ്റ് കണക്ക് നോക്കുകയാണെങ്കിൽ 18,510 കോടി രൂപയുടെ മദ്യമാണ് കേരളത്തിൽ ഔദ്യോഗികമായിട്ട് ചെലവഴിച്ചു പോകുന്നത്. ബാറിൽ നിന്നുള്ള കണക്കുകൾ ഇതിലില്ല. ഇനി പ്രൈവറ്റായിട്ട് പലരും കഴിക്കുന്ന പല ക്ലബ്ബുകളും മറ്റ് കണക്കുകളൊന്നും ഇല്ലാതെ പറയുന്നതാണ്. അതായത് 85 അപേക്ഷിച്ച് 2023 കേരളത്തിൽ മദ്യത്തിൻ്റെ സെയിലിൽ 336 മടങ്ങ് 336 ടൈംസ് ആണ് ഇതിൻ്റെ മദ്യത്തിൻ്റെ നമുക്ക് ഉപഭോഗം വർദ്ധിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ്. ഇനി അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് നോക്കി വെക്കാം. കേരളത്തിനെ നമ്മൾ എപ്പോഴും നമ്മൾ വിശേഷിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ദൈവം കേരളത്തിനെ കൈവിട്ട് തുടങ്ങി എന്നാണ്, നമുക്ക് ഉപേക്ഷിച്ചു എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളെ നമ്മൾ താരതമ്യം ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന ഒരു സംസ്ഥാനം കേരളമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളെല്ലാം കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു തരത്തിലുള്ള കലാമിറ്റീസ്, നാശനഷ്ടങ്ങൾ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നമുക്ക് IMAയുടെ ബൽറാം സാറും ശ്രീലേക്ക് ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹം, അതുപോലെ തന്നെ ഹൃദ്രോഗം, ഇതിലെല്ലാം 1ാം സ്ഥാനം നമ്മുടെ കേരളം കൈവരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മളൊരു 50 വയസ്സ് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു എന്നൊക്കെ കേൾക്കുന്നത്. പക്ഷെ ഇപ്പം പലപ്പോഴും നമ്മൾ ന്യൂസൊക്കെ കണ്ടാൽ അറിയാം, 20 വയസ്സ് 30 വയസ്സൊക്കെ ആൾക്കാർ കുഴഞ്ഞു വീണ് മരിച്ചു, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു എന്നുള്ള ന്യൂസ് നമുക്ക് ഇപ്പം ഒരു അപൂർവമൊന്നുമല്ല കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിൽ വാഹനാപകടങ്ങളിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഈ 3ാം സ്ഥാനം എന്ന് പറയുമ്പോൾ 3ാം സ്ഥാനം അല്ലേ കേരളത്തിനുള്ളൂ എന്നുള്ളത് ചിന്തിച്ചിരിക്കാം. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ മറ്റെല്ലാ സ്റ്റേറ്റുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പം താരതമ്യേന വിസ്തൃതി കുറഞ്ഞ, ഏറ്റവും ഏരിയ കുറഞ്ഞൊരു സംസ്ഥാനമാണ് കേരളം. ഇത്രയും പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള അത്ര പോപ്പുലേഷൻ കേരളത്തിലില്ല. എന്നിട്ടും വാഹനാപകടത്തിൽ കേരളം, അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളം വാഹനാപകടങ്ങളിൽ മുൻപന്തിയിലാണ്. ആത്മഹത്യയുടെ സ്ഥാനത്ത് 3ാം സ്ഥാനം എന്ന് പറയുമ്പം കുറച്ച് നമുക്ക് ആശ്വസിക്കാം. പക്ഷെ തീർച്ചയായിട്ടും ഒരു 5 വർഷം മുമ്പ് വരെ കേരളം ആത്മഹത്യയിൽ 1ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് അതിങ്ങനെ കയറിക്കോരി വീണ്ടും 1ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കാണ് ഒരു 3ാം സ്ഥാനത്ത് എത്തിയത്, പക്ഷെ വീണ്ടും ഇപ്രാവശ്യത്തെ കണക്കിൽ എത്തിയിട്ടില്ല. ആത്മഹത്യകൾ ഇപ്പം വീണ്ടും കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണം? നമുക്ക് ഇനി വരാൻ പോകുന്ന സ്ലൈഡിലേക്ക് നോക്കാം. ഒരുപക്ഷെ പ്രത്യക്ഷമായും പരോക്ഷമായും മദ്യത്തിന് തീർച്ചയായിട്ടും ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് നമുക്ക് ഇനി വരാൻ പോകുന്ന സ്ലൈഡുകളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കേരളത്തിലെ ജനസംഖ്യയെ പറ്റി പറയുമ്പം നമ്മളിപ്പം 2011 അവസാനമായിട്ടുള്ള സെൻസസ് നടന്നത്. ആ സെൻസസ് പ്രകാരം 3 കോടി ഏകദേശം 34 ലക്ഷം ജനസംഖ്യ ഉള്ള ഈ കേരളത്തിൽ 173 ലക്ഷം, കൂടുതലും മോർ ദാൻ 50% നമ്മുടെ പോപ്പുലേഷൻ്റെ സ്ത്രീകളാണ്. 33 ലക്ഷം കുട്ടികളുണ്ട്. ഇനിയിപ്പം നമ്മുടെ സേതുരാമൻ സാറ് സൂചിപ്പിക്കുകയുണ്ടായി, പല അബ്ദുൽ ഖാദർ സാറ് പറയുകയുണ്ടായി. പക്ഷെ നമ്മുടെ കേരളത്തിൽ മദ്യപാനികളെ നോക്കുകയാണെങ്കിൽ 1 കോടി മദ്യപാനികൾ ഉണ്ട് നമുക്ക് കേരളത്തിൽ. അതായത് ഒരു ആഴ്ചയിൽ ചുരുങ്ങിയ 1-2 തവണ മദ്യം കഴിക്കുന്ന ആളുകളെയാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. ഇതിൽ 70 ലക്ഷം ആളുകളെങ്കിലും താരതമ്യേന നന്നായിട്ട് മദ്യം കഴിക്കുന്ന ആളുകളും, ഒരാഴ്ചയിൽ 4-5 തവണ വീതം മദ്യം കഴിക്കുന്ന ആളുകളും, ചികിത്സ വേണ്ട ഒരു വിഭാഗമായിട്ടാണ് ഈ 1 കോടിയിൽ ഒരു 70 ലക്ഷത്തെയും വിശേഷിപ്പിക്കുന്നത് എന്നുള്ളൊരു ഭീതിജനകമായിട്ടുള്ള കണക്കും കൂടി ഞാനോട് പറയുകയാണ്. നമ്മുടെ 2023 ബിവറേജസ് കോർപ്പറേഷൻ്റെ കണക്കും മറ്റ് അനൗദ്യോഗിക സെയിലും എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ പ്രതിവർഷ മദ്യ ഉപഭോഗ ചെലവ് 20,000 കോടി രൂപയാണ്. പക്ഷെ നമ്മുടെ കേരളീയര് 2023 കൃത്യമായിട്ടുള്ള കണക്കല്ല, എന്നിരുന്നാലും
വെറും 3500 രൂപയ്ക്കുള്ള അരിയാണ് നമ്മൾ ദിവസം കഴിക്കുന്ന ഭക്ഷണം. പ്രധാനപ്പെട്ട ഭക്ഷണം മലയാളികളുടെ അരിയാണ്, ചോറാണല്ലോ. അപ്പോൾ അതിനേക്കാൾ എത്രയോ കൂടുതൽ രൂപയ്ക്കാണ് നമ്മൾ മദ്യം കഴിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട ആഹാരം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അരി, ചോറ് എന്നുള്ളതൊക്കെ മാറ്റിയിട്ട് മദ്യമാണെന്നുള്ള പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് നമുക്കിവിടെ പറയാം. ഇനി പെർ ക്യാപിറ്റ, അതായത് ആളോഹരി പ്രതിശീർഷ മദ്യ ഉപഭോഗം നമ്മൾ നോക്കുകയാണെങ്കിൽ അതും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്ക് പ്രകാരം നമ്മളിപ്പോൾ 3,34,00,000 ജനങ്ങളെയും വെച്ചിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഈ ജനസംഖ്യയിൽ എല്ലാവരും മദ്യം കഴിക്കുകയാണെങ്കിൽ, മദ്യം കഴിക്കാത്ത ആൾക്കാരെയും കൂടി കൂട്ടിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഞാനടക്കം ഒരു വർഷം 8.5 ലിറ്റർ മദ്യം കഴിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി മദ്യത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന മറ്റൊരു സംസ്ഥാനം പഞ്ചാബാണ്. പഞ്ചാബിലെ മദ്യത്തിൻ്റെ ഉപയോഗം 7.9 ലിറ്ററേ ഉള്ളൂ. പക്ഷെ അതിലും നമ്മൾ തന്നെയാണ് മുൻപന്തിയിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം കഴിക്കുന്ന സംസ്ഥാനം എന്നുള്ളൊരു ഖ്യാതി നമുക്ക് കേരളത്തിനുണ്ട്. ഇനി ഞാൻ ചെറിയൊരു കണക്ക്, നമ്മളിപ്പോൾ 2021 മുതൽ 2023 വരെ ഏകദേശം 3 വർഷത്തെ ഒരു കണക്കാണത്. കേരളത്തിൽ ആകെ നമ്മുടെ മലയാളികൾ കുടിച്ചു തീർത്ത മദ്യത്തിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ മുല്ലപ്പെരിയാറിലുള്ള വെള്ളത്തിൻ്റെ അത്ര ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അതായത് 41,63,60,913 ലിറ്റർ മദ്യം നമ്മുടെ ഈ 3 വർഷം കൊണ്ട് നമ്മുടെ മലയാളികൾ കുടിച്ചു തീർത്തിട്ടുണ്ട്. ഇത്രയും ഇതാണൊരു കണക്ക്. ഇനി നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ മദ്യം കഴിക്കുന്ന ആഘോഷങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്ന് ഓണമായിരിക്കും, 7 ദിവസം നമുക്ക് ആഘോഷിക്കാം. പിന്നെ ന്യൂ ഇയർ അല്ലേ. ഇപ്പം 2023 നമുക്ക് മദ്യത്തിൻ്റെ ന്യൂ ഇയർ ആഘോഷം നോക്കുകയാണെങ്കിൽ 2023 ആയിരുന്നു ഇതുവരെയുള്ള സർവകാല റെക്കോർഡ്. അതായത് ഡിസംബർ 31 ഒറ്റ ദിവസം നമ്മുടെ കേരളത്തിൽ ചിലവായത് 100 കോടി രൂപയുടെ മദ്യമാണ്, എല്ലാ ഔട്ട്ലെറ്റിലും കൂടിയിട്ട്. ഇതെല്ലാം ബിവറേജസ് കോർപ്പറേഷൻ്റെ കണക്ക് മാത്രമാണ്, നിങ്ങൾ അറിയിക്കണം. ഇനി നമ്മൾ ബാറോ നമ്മൾ സ്വകാര്യമായിട്ട് നടത്തുന്ന പാർട്ടികളോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഔദ്യോഗിക കണക്ക് വെച്ചിട്ട് 100 കോടി രൂപ അന്ന് നമുക്ക് മദ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവായിട്ടുണ്ട്. തിരുവനന്തപുരം പവർ ഹൗസ് ആണ് ന്യൂ ഇയറിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഇട്ടത്. ഇനി മറ്റ് ജില്ലകൾ എറണാകുളത്തും ഇരിങ്ങാലക്കുടയൊന്നും മോശമല്ല. പൊതുവേ നമ്മൾ നോക്കുമ്പോൾ എല്ലാ കൊല്ലവും ചാലക്കുടിയാണ് കാണാറുള്ളത്. ചാലക്കുടിയിൽ പോകുമ്പോൾ വെള്ളച്ചാട്ടം കാണാം, വെള്ളമടിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് പൊതുവെ ആളുകൾ പറയാറുള്ളത്. പക്ഷെ ചാലക്കുടി പ്രാവശ്യം പുറകെ പോയിട്ടുണ്ട്. പിന്നെ ഒരു സ്ഥലം തിരൂരായിരുന്നു, തിരൂരും പുറകോട്ട് പോയിട്ടുണ്ട്. തിരുവനന്തപുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾ സ്ഥിരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് മലയാളികളുടെ മദ്യ ഉപയോഗത്തിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 2023 ഞാൻ മുമ്പേ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിച്ചതാണ്. 2022 കുറവായിരുന്നു, 2023 ഇപ്പോൾ വീണ്ടും കൂടി. ഇത് ഇനി അടുത്ത് നമുക്ക് നമ്മളിപ്പോൾ ന്യൂ ഇയറിനെ പറ്റി പറഞ്ഞു. തിരുവോണം 2023 നമുക്ക് തിരുവോണ ദിവസം മദ്യത്തിൻ്റെ ഒരു ചെലവിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് തിരുവോണ ദിവസം എന്നുള്ള അല്ല, ഇതൊരു ഓണത്തിൻ്റെ സീസൺ. തിരുവോണത്തിൻ്റെ അന്നും ഉത്രാടത്തിൻ്റെ അന്നും സാധാരണയായിട്ട് ബിവറേജ് ഡ്രൈ ഡേ ആയിട്ടാണ് ആഘോഷിക്കുന്നത് തോന്നുന്നു. ആ തിരുവോണ സമയം 2023 753 കോടി, ആ ഒരു 7 ദിവസത്തെ കണക്കാണ് കേട്ടോ. ഉത്രാടത്തിൻ്റെ അന്ന് അടയ്ക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 7 ദിവസത്തെ കണക്ക് 2023 753. ആ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് എന്തൊരു ഭംഗിയായിട്ടാണ് പോകുന്നത്. 2007 100 കോടിയിൽ തുടങ്ങി, 2023 753 കോടിയായി. ഇനി അത് ചിലപ്പം 1000 കോടി 1500 കോടിയൊക്കെ ആയിട്ട് പോകും. ചന്ദ്രയാൻ മിഷന്റെ ദൗത്യത്തിന് നമുക്ക് ഇന്ത്യക്ക് വേണ്ടി മൊത്തം ചിലവായത് 600 കോടിയാണ്. ആ 600 കോടിയേക്കാൾ കൂടുതലാണ് നമ്മൾ ഓണത്തിന് സ്മോൾ അടിച്ച് നമ്മൾ നമുക്കുള്ള പൈസ. മലയാളികളുടെ പ്രിയപ്പെട്ട മദ്യം, ഇതിപ്പോൾ ഞാൻ അടിക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ, ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് കാണിച്ചതാണ്. റമ്മാണ് ഏറ്റവും കൂടുതൽ അടിക്കുന്നത്, പിന്നെ ബ്രാൻഡി, വിസ്കി, ജിൻ അല്ലേ, അങ്ങനെ പോകും. 70-80% വിറ്റ് പോകുന്നത് റമ്മാണ്. എന്താണ് ഇങ്ങനെ റം
കടിക്കാൻ കാരണം മഹാത്മാഗാന്ധി മരിക്കുമ്പോൾ പോലും റം വേണമെന്ന് പറഞ്ഞിട്ടാണ് മരിച്ചതെന്നാണ് പലരും പറയുന്നത്. ആള് റം 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 3 തവണ പറഞ്ഞു അല്ലേ ഷാജി? അങ്ങനെയാണ് നമ്മുടെ അടുത്തൊക്കെ പറയുന്നത് അദ്ദേഹം. അപ്പൊ ഈ റമ്മിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശാസ്ത്രീയമായിട്ട് പറയുമ്പം പെട്ടെന്ന് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്ന ഒരു സാധനമാണ് റം, ആ ആൽക്കോൾ. അപ്പൊ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ കിക്കാവണം. അതാണ് മലയാളികളുടെ ഒരു പ്രശ്നം. മലയാളികൾക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. മലയാളികളുടെ അടുത്ത് ഒരു കുപ്പി വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫുൾ ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് എത്ര നേരത്തേക്ക് ഉണ്ടാവും? മലയാളികളുടെ മദ്യപാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇപ്പം നമ്മളിപ്പം വെസ്റ്റേൺ കൺട്രിയിലൊക്കെ അവർ മദ്യമൊക്കെ കഴിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അവർ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് കഴിക്കുള്ളൂ. വലിച്ചു കുടിക്കുകയൊന്നുമില്ല. ഇവിടെ മലയാളികളെ ഒറ്റയടിക്ക് തീർക്കണം, ഉടനെ കിക്കാവണം. ഇതൊക്കെ മലയാളികളുടെ ചില പ്രത്യേകതകളാണ്. അതുകൊണ്ടാണ് ഈ റം അത്തരത്തിലുള്ള മദ്യങ്ങളൊക്കെ ചിലവാകുന്നത്. ഇനി ഈ കണക്ക് ശരിക്കും ഇതൊരു 2 വർഷം മുമ്പുള്ള കണക്കാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ നമ്മുടെ ബിവറേജസ് കോർപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ 60 ടൈപ്പ് മദ്യം വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. നമുക്കിപ്പോൾ റമ്മും വിസ്കിയൊക്കെ ആണെങ്കിലും ഇവിടെ പല പല സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ പേരുകളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെ രസം തോന്നും. ന്യൂ ജവാൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പട്ടാളക്കാരനാണെന്ന് പറയും, പിന്നെ ആൾക്ക് വെടിവെക്കണം, പിന്നെ 6 അടിക്കും. ഇതാണ്ട് മദ്യത്തിൻ്റെ പേരുകളൊക്കെ. റോയൽ ആർമി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ആർമി ആയിട്ട് മാറി. 0 ഓവർ, അതാണ് 0 ഓവർ റം എന്ന് പറഞ്ഞാൽ അടിച്ച ഉടനെ കിക്കാവും, അടിച്ചാൽ ഉടനെ വീലാവും എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ്. അപ്പൊ പേരുകൾക്കും വളരെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. മദ്യം കേരളത്തിൽ 2700 ബ്രാൻഡുകൾ കേരളത്തിലുണ്ട്. മിക്കവാറും ഒരു 54 ബ്രാൻഡെങ്കിലും എല്ലാ ബീവറേജസിന്റെ ഔട്ട്ലെറ്റിലും ഉണ്ട്. ഹോട്ട് എന്ന് പറഞ്ഞാൽ വിസ്കി, റം, ബ്രാൻഡി ഇതൊക്കെയാണ്. പിന്നെയുള്ളത് നമ്മൾ വൈൻ, ബിയർ എന്നൊക്കെ പറയുന്നതാണ് കുറച്ച് ലൈറ്റ് ഇനായിട്ട് പോകുന്നത്. മലയാളികൾ എന്തായാലും പ്രിയപ്പെട്ടത് റം തന്നെ. ഈ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ ഇനിയും നമ്മുടെ സർക്കാരിൻ്റെ പോളിസി നോക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് 337 ഷോപ്പുകളുണ്ട്, വെയർ ഹൗസ്, ഇതിനൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഇത്, കൺസ്യൂമർ ഫെഡ്, കള്ളർ ഷാപ്പ്, പ്രൈവറ്റ് ബാറ്, അനധികൃത വിൽപ്പനശാലകൾ. ഒരു ഷോപ്പിനെ ചുറ്റിപ്പറ്റിയിട്ട് 50,000 ആളുകളാണ് നമുക്ക് കേരളത്തിലുള്ളത്. പക്ഷെ ഇപ്പോഴും നമ്മുടെ സർക്കാർ പറയുന്നത് പോരാ, ഇനിയും പുതിയ ബാറുകളൊക്കെ ഉണ്ടാക്കണം, ബിവറേജിൻ്റെ ഇനിയും ഔട്ട്ലെറ്റ് വേണം, കൂടുതൽ പേര് കഴിക്കണം, എന്നാലാണ് സർക്കാരിന് വരുമാനം ഉണ്ടാവുള്ളൂ. നിങ്ങൾ കണ്ടല്ലോ, ഒറ്റ ദിവസം കൊണ്ട് 100 കോടിയും ഇത്രയൊക്കെ വരുമാനം ഉണ്ടായാലാണ് നമ്മുടെ കേരള സർക്കാർ ഏത് ഗവൺമെൻറ് ആയാലും ഇത് തന്നെയാണ്. ഏത് ഗവൺമെൻറ് ആയാലും സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വരുമാനം മദ്യമാണ്. അപ്പം അതുകൊണ്ട് മദ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും അതേസമയം മദ്യം കഴിക്കരുതെന്ന് നമ്മളെ പറയുകയും ചെയ്യുന്ന ഒരു പരസ്പര വിരുദ്ധമായിട്ടുള്ളൊരു സമീപനമാണ് ഈ തുടർന്ന് വരുന്ന എല്ലാ സർക്കാരുകളും സമീപിക്കുന്നതെന്നുള്ളൊരു വിരോധാഭാസം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മുടെ 2022-23 ബിവറേജ് കോർപ്പറേഷൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കണക്കാണ് 16,000 ചില്ലാനം കോടി രൂപയുടെ. ഇനി ബാറുകൾ, അതുപോലെ തന്നെ നമുക്ക് കള്ളർ ഷാപ്പ്, മറ്റ് കോസ്മോ, മറ്റ് പോളിറ്റ് ക്ലബ്ബുകളും, എക്സ്ക്ലൂസീവ്, അങ്ങനെ പല പല ക്ലബ്ബുകളുണ്ട്. ഈ ക്ലബ്ബുകളിലെല്ലാം ഇത്തരത്തിലുള്ള എല്ലാ സംഘടനകളും മദ്യം അവരുടെ പല പരിപാടികളും ഒരു അവിഭാജ്യ ഘടകമാണ്. ഇതെല്ലാം കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് കേരളത്തിൽ ഒരു വർഷം ഏകദേശം 20,000 കോടി രൂപയുടെയെങ്കിലും മദ്യം ചെലവായി പോകുന്നു എന്നുള്ളത് പറയുന്നത്. പിന്നെ നമ്മുടെ പത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും നമ്മൾ കാണുന്നുണ്ട് അല്ലേ, ആളെ കുത്തിക്കൊന്നു, സ്വന്തം മകൻ അമ്മയെ കുത്തിക്കൊന്നു, അല്ലെങ്കിൽ 2 പേര് കൂടിയിട്ട് വർത്താനം പറഞ്ഞ അവസാനം മറ്റാളെ അടിച്ചു പോകുന്നു. ഇതെല്ലാം പത്രത്തിൽ കാണുന്ന പല ന്യൂസുകളാണ്. അപ്പം ഇത്തരത്തിലുള്ള ഈ കുറ്റകൃത്യങ്ങളുടെ പിന്നിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രേരക ഘടകം മദ്യം തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഈ മദ്യപാനം മൂലം സംഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിവറേജസ് കോർപ്പറേഷൻ്റെയും നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോൻ്റെയും സംയുക്തമായിട്ടുള്ളൊരു പഠനത്തിൽ
കാണിക്കുന്നത്. കൊലപാതകങ്ങൾ, ഏത് കൊലപാതകം എടുത്താലും 84% കൊലപാതകങ്ങളുടെയും പിന്നിൽ മദ്യമാണ്. കയ്യേറ്റങ്ങൾ, ഭവനഭേദങ്ങൾ, മോഷണം, ബലാത്സംഗം. മാത്രമല്ല ഓരോ വർഷം തോറും ഇതുമൂലം മദ്യം മൂലമുള്ള കുറ്റകൃത്യങ്ങളിൽ 2% വർധനവുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞ മദ്യവും കുറ്റകൃത്യങ്ങളും തമ്മിൽ വളരെ അവിഭാജ്യമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മദ്യപാനം മൂലം കേരളത്തിൽ 1,59,000 ചില്ലാനം കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മദ്യപാനമുള്ള കേസുകളുടെ ഇന്ത്യൻ ശരാശരി നോക്കുകയാണെങ്കിൽ 175.6, കേരളത്തിൽ ഏകദേശം അതിൻ്റെ ഇരട്ടിയാണ്, 306.5. കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് കേരളത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിലും 4 മടങ്ങ് വർധനയുണ്ട്. ഈ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് വന്ന് വീട്ടിൽ നിന്നുള്ള അബ്യൂസുകളാണ്. അത് ഫിസിക്കൽ, സെക്ഷൽ, പല രീതിയിലുള്ള അബ്യൂസും ഉണ്ട്. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ളത് ഡിവോഴ്സ് കേസുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഫാമിലി കോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ടൊരു സംഗതി തന്നെ പുരുഷന്മാർക്കെതിരെയുള്ള ഒരു അലിഗേഷനായിട്ട് വരുന്നത് ഇത്തരത്തിൽ മദ്യപാനം മൂലമുണ്ടാകുന്ന വിവിധ പ്രശ്നങ്ങളാണ്. മദ്യം വാഹനാപകടങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ബന്ധം നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ, കേരളത്തിലാണ് വാഹനാപകടങ്ങളിൽ കേരളം 3-ാം സ്ഥാനത്ത് നിൽക്കുന്നു. അത് ടോട്ടൽ നമ്പർ ഓഫ് ആക്സിഡൻസിനെ വെച്ച് പറയുന്നതാണ്. പക്ഷേ ഡെൻസിറ്റി, അങ്ങനെ പോപ്പുലേഷൻ ഡെൻസിറ്റി, ഏരിയ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും കേരളമാണ് വാഹനാപകടങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്താണ് അതിൻ്റെ കാരണം? ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് വളരെ കൂടുതലാണ് കേരളത്തിൽ. ദേശീയപാതയിൽ 72% ആണ് ഈ മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത്. റോഡ് അപകടങ്ങളിൽ നമ്മുടെ രാജ്യത്തെ റോഡ് അപകടങ്ങൾ നോക്കുകയാണെങ്കിൽ അതിലൊരു 12% കേരളത്തിലാണ് നടക്കുന്നത്. അപകടങ്ങൾ കൂടുതലും നടക്കുന്നത് എപ്പോഴാണ്? വൈകിട്ടാണ് നടക്കുന്നത്. ഒരു 3 മണിക്കും 7 മണിക്കും ഇടയ്ക്കാണ്. ഈ 3 മണിക്കും 7 മണിക്കും ഇടയ്ക്ക് റോഡ് അപകടങ്ങൾ നടക്കുന്ന അതേ സമയത്ത് ബിവറേജിൻ്റെ അവിടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഏത് സമയത്താണ്? ബാറിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയം ഏതാണ്? ഇതേ സമയമാണ്. അപ്പോൾ ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ മദ്യം കഴിക്കപ്പെടുന്നത്. ആ സമയത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് വരുന്നത്. പിന്നെ മറ്റൊരു ഒബ്സർവേഷൻ, നമ്മളിപ്പോൾ ഈ പറയുന്ന ഡ്രൈ ഡേ, അതായത് ബിവറേജ് അടച്ച ദിവസങ്ങളിൽ അപകടങ്ങൾ കുറവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ? നമുക്ക് വേറൊന്നും കൂടി നോക്കാം. മദ്യപിച്ച് വാഹനം ഓടിച്ച രാജ്യത്ത് ദിവസം 270 പേരാണ് മരിക്കുന്നത്. 270 പേര്. പക്ഷെ അപകടം പറ്റുന്നോ 5000 പേർക്കാണ്. പലപ്പോഴും ഒരിക്കലും നമ്മൾ മദ്യം എന്നുള്ളത് നമ്മൾ പോലും കാണുക കേൾക്കുക പോലും ഇല്ലാത്ത നിരപരാധികളായിട്ടുള്ള പല ആൾക്കാർ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തുനിന്ന് നിൽക്കുന്ന ആൾക്കാരും ഫാമിലിയായിട്ട് സ്കൂട്ടറിൽ പോകുന്ന ആളുകളൊക്കെയാണ് വാഹനം ഇടിച്ച് മരിക്കുകയും മരിച്ചില്ലെങ്കിൽ പോലും മരിച്ച പോലെ ഗുരുതരമായിട്ടുള്ള അപകടത്തിൽപ്പെട്ട് ശയ്യാലംബിയായിട്ടൊക്കെ തീരുന്ന ആളുകൾ ഇവരാണ്. അപ്പോൾ അത് എത്രയും ക്രൂരമായിട്ടുള്ളൊരു ഇതാണ് നമുക്ക് മദ്യപാനം മൂലം സംഭവിക്കുന്നത് നോക്കാം. ഈ മദ്യം കഴിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഓവർ കോൺഫിഡൻസ് വരും. ഓവർ കോൺഫിഡൻസ്, ഡിസ്ഇൻഹിബിഷൻ വരും. എനിക്ക് ഇപ്പോൾ ഈ എൻ്റെ മുമ്പിൽ പോകുന്ന വണ്ടീനെ ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് വരികയാണ്. ചിലപ്പോൾ മുമ്പിൽ പോകുന്ന വണ്ടി ചിലപ്പോൾ ഒരു 100 കിലോമീറ്ററിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കും 110 കിലോമീറ്ററിൽ ഞാൻ ഇതിനെ ഓവർടേക്ക് ചെയ്യുന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് വരും. അപ്പോൾ മുന്നിൽ നിന്ന് വരുന്ന വണ്ടിയുടെ സ്പീഡ് എത്രയാണ്, ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ സ്പീഡ് എത്രയാണ്, നമ്മുടെ മുമ്പിൽ ഉള്ള വണ്ടിയുടെ സ്പീഡ് എത്രയാണ്, ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാനോ കോർഡിനേഷൻ, പെട്ടെന്ന് ബ്രേക്ക് പിടിക്കാനോ ക്ലച്ച് അമർത്താനോ ആക്സലറേഷൻ കുറയ്ക്കാനോ ഒന്നും ഉള്ള കഴിവ് ഈ മദ്യപിച്ചുള്ള ആൾക്കാർക്ക് കിട്ടില്ല എന്നുള്ളതാണ്. ഹാൻഡ്സ്, കയ്യും ചെവിയും കണ്ണിൻ്റെ ഒക്കെ ഒരു കോർഡിനേഷൻ എല്ലാം പോകും മദ്യം കഴിക്കുമ്പോൾ. ഇനി മദ്യത്തിൻ്റെ ഏറ്റവും മറ്റൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നം, കേരളം ആത്മഹത്യയിൽ 3-ാം സ്ഥാനത്താണ് ഞാൻ പറഞ്ഞു. മദ്യപാനത്തിൽ 1-ാം സ്ഥാനത്താണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസിലും 1-ാം സ്ഥാനത്താണ്. പിന്നെ ക്രൈം വളരെ കൂടുതലാണ്. അപ്പം ഇതെല്ലാം ആത്മഹത്യയും മദ്യപാനവും തമ്മിലുള്ളൊരു വളരെ ഗാഢമായിട്ടുള്ള ബന്ധത്തിനെ ഒന്നും കൂടി അരക്കിട്ട് ഉറപ്പിക്കുന്ന ഒരു വിശേഷമാണ്. ഏറ്റവും കൂടുതൽ മദ്യപാനികളുടെ ഏജ് നോക്കുകയാണെങ്കിൽ ഒരു 20-40 വയസ്സിനിടയിലാണ് ഏറ്റവും കൂടുതൽ മദ്യപാനികളുള്ളത്. ആത്മഹത്യ സെയിം ഏജിൽ തന്നെയാണ്, ഈ 21 മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകളുടെ ഇടയിലാണ്. ഇനി ആത്മഹത്യാ ശ്രമം, നമ്മളിപ്പം ഈ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോ തന്നെയാണ് ആത്മഹത്യയെല്ലാം കണക്കുകൾ എടുക്കുന്നത്. അതിൽ ആത്മഹത്യ ചെയ്ത ആളുകളുടെ
പല കാരണങ്ങൾ, ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ നോക്കുമ്പോൾ 34% ആളുകളും ആത്മഹത്യയിലേക്ക് അവർ നയിച്ചത് മദ്യപാനാണ്. പുരുഷന്മാരിലാണ് ആത്മഹത്യയിൽ ഏറ്റവും കൂടുതൽ, മദ്യപാനം ഏറ്റവും കൂടുതൽ പുരുഷന്മാരിലാണ്. ഇനി സ്ത്രീകളുടെ ആത്മഹത്യയിലും പ്രധാനപ്പെട്ട പങ്ക് ഈ ഭർത്താവിൻ്റെ മദ്യപാനാണ്. ഭർത്താവ് മദ്യം കഴിക്കുന്നതോട് കൂടിയിട്ട് ആ കുടുംബം സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടൊക്കെ തകർന്നടിയുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഈ പുരുഷൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന പോലെ തന്നെ സ്ത്രീയും ഇനിയിപ്പോൾ എനിക്ക് ജീവിതമില്ല, തകർന്നു. അങ്ങനെ സ്ത്രീ മാത്രമല്ല, ഒരു കുടുംബ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഈ ഭർത്താവിൻ്റെ ഈ അമിത മദ്യപാനം മൂലം സംഭവിക്കുന്നുണ്ട് കേരളത്തിൽ. മദ്യപാനിയെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ, ഈ മദ്യം സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ അയാൾക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും, കുടുംബ പ്രശ്നങ്ങളുണ്ടാവും, അയാളുടെ ആത്മാഭിമാനം, അയാളുടെ മൊത്തം ഒരു സെൽഫ് ഇമേജ് ഒക്കെ പോവും, അയാൾക്ക് ഒറ്റപ്പെടൽ വരും, മദ്യം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതൊക്കെ ശരിയാണ്. ഇതെല്ലാം പറയുന്നത് നമ്മൾ സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ റീസൺസ് ആണ് ലീഡിങ് ദ പേഴ്സൺ, ആൽക്കോളിക് ആയിട്ടുള്ള ആളെ മദ്യത്തിലേക്ക് നയിക്കുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ തലച്ചോറിൽ പല പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ തലച്ചോറിന് വളരെ ആവശ്യമുള്ള, മനുഷ്യന് സന്തോഷം കൊടുക്കുന്ന അല്ലെങ്കിൽ കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയും, അതാണ് സെറട്ടോണിൻ. ഈ സെറട്ടോണിൻ്റെ പ്രവർത്തനം, സെറട്ടോണിൻ്റെ അളവ് തലച്ചോറിൽ മദ്യം കഴിക്കുമ്പോൾ കുറയും. ഈ സെറട്ടോണിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ വരും, മാത്രമല്ല ഇമ്പൾസിവിറ്റി വരും. ഈ മദ്യം കഴിക്കുന്ന ആൾക്കാരൊക്കെ പലരും പറയും അയാൾക്ക് ഭയങ്കര ദേഷ്യമാണ്, പെട്ടെന്ന് ആളെ അടിക്കും, ഉപദ്രവിക്കും, ചീത്ത വിളിക്കും. അയാളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം അയാളുടെ ബ്രെയിനിൽ കുറഞ്ഞു പോകുന്ന സെറട്ടോണിനാണ്. അപ്പോൾ ഈ സെറട്ടോണിൻ കുറയുന്നതോട് കൂടിയിട്ട് ഡിപ്രഷനും സൂയിസൈഡും അക്രമ പ്രവണതയും പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇനി ചെറിയൊരു ഇപ്പം നമ്മളിപ്പം തിരുച്ചിറപ്പള്ളിയാണ് അല്ലെ, എവിടെയാണ് ഇപ്പം തമിഴ്നാട് അല്ലേ, വ്യാജമദ്യത്തിൽ 50 പേരെ ആൾക്കാർ മരിച്ചുപോയി കേട്ടോ. കേരളത്തിൽ ഭാഗ്യവശാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വ്യാജമദ്യ ദുരന്തം കുറവാണ്. അതിനെന്താ കാരണം? വ്യാജമദ്യം കഴിക്കേണ്ട നല്ല മദ്യം തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ വ്യാജമദ്യത്തിലേക്ക് പോകുന്നു? അതുകൊണ്ടാണ്. റെസ്ട്രിക്ഷൻസ് കുറവാണ്, ലഭ്യത വളരെ കൂടുതലുള്ളപ്പം പിന്നെ നമുക്ക് വേറെ മദ്യം അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ ഏകദേശം 19ഓളം വ്യാജമദ്യ ദുരന്തങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. 237 മരണം ഉണ്ടായിട്ടുണ്ട്. ഈ വ്യാജമദ്യ ദുരന്തത്തിലൊക്കെ വരുന്നത് സാധാരണ നമ്മൾ ഈ കഴിക്കുന്ന മദ്യം എന്ന് പറഞ്ഞാൽ ഈഥിൽ ആൽക്കഹോളാണ്. പലപ്പോഴും ഈ വാറ്റിയെടുക്കുമ്പം ഈഥിൽ ആൽക്കഹോളിൻ്റെ കൂടെ മീഥിൽ ആൽക്കഹോൾ വരും. മീഥിൽ ആൽക്കഹോൾ ആണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത്. ഫസ്റ്റ് ആളുടെ കണ്ണാണ് പോവുക. അപ്പോൾ ഇവിടെ എവിടെയോ ഇങ്ങനെ ആൾക്കാർ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയിപ്പം ഒരാകെ ടെൻഷൻ അടിച്ച് ആകെ ഇനി മരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഈ കോണിപ്പടികളൊക്കെ ഇറങ്ങി പോയിട്ട് സ്റ്റാൻഡ് ബൈഡ് ഉണ്ടായിട്ട് 1-2 മരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. വളരെ രഹസ്യമായിട്ട് മദ്യം കഴിച്ചിരുന്ന ആൾക്കാരാണ്. പക്ഷെ ഈ മീഥിൽ ആൽക്കഹോളാണ് മരണത്തിനുള്ള കാരണം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം 2021 പാലക്കാട് കഞ്ചിക്കോടാണ് ഉണ്ടായിട്ടുള്ളത് 5 മരണം. ഇനി നമുക്ക് കേരള സ്റ്റൈൽ മദ്യപാനം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ കേരളത്തിൽ എന്ത് പരിപാടിക്കും എന്ത് വേണം, ഒന്ന് കൊഴുപ്പിക്കണമെങ്കിൽ, ഉഷാറാക്കണമെങ്കിൽ സ്മോൾ ഉണ്ടോ എന്നാണ് ചോദിക്കുക അല്ലേ, പരിപാടി ഉണ്ടോ, അതിനൊക്കെ പല കോഡ് ഭാഷയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പം പുതിയ ഷൂസ് വാങ്ങിച്ചാൽ ഉണ്ടാവും, കാറിൻ്റെ ടയർ മാറ്റിയിടുന്നതിനും ഉണ്ടാവില്ലേ ഷാജി അല്ലേ? അതിന് പരിപാടി ഉണ്ടാക്കുകയാണ്. ഒരു മദ്യം കഴിക്കാനുള്ള ഒരു പരിപാടി ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ജോലി കഴിഞ്ഞാൽ നേരെ ബാറിലേക്ക്, പണ്ടൊരു ഇതുണ്ടായിരുന്നു വൈകിട്ട് എന്താ പരിപാടി നോക്കുക, അതൊക്കെ പോയി. ഇപ്പം അതിന് വേണ്ടിയിട്ട് പരിപാടികളൊന്നും വേണ്ട, തനിയെ അങ്ങോട്ട് ഉണ്ടായി വരും. മദ്യം ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക അംഗീകാരമുള്ള ഒരു പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു വീടൊക്കെ വെച്ച്, ഒരാൾ വീട് വെച്ച് നമ്മൾ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പലരൊക്കെ ചോദിക്കുന്നത് ബാർ എവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നു, കൗണ്ടർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിപാടി മദ്യമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് എവിടെ ഒരു കുറ്റിക്കാട്ടിലോ അല്ലെങ്കിൽ അപ്പുറത്തെ വീടിൻ്റെ ചായപ്പിലൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം ഫ്രണ്ടിൽ തന്നെ അടിക്കേണ്ടവർക്ക് അടിക്കാം, എല്ലാവരും മുമ്പിൽ വെച്ച് അടിക്കാം, അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. വീട്ടിൽ തന്നെ അച്ഛനും അല്ലെങ്കിൽ മക്കളൊക്കെ കൂടി ഒരുമിച്ച് അടിക്കുന്ന സ്ഥിതിവിശേഷം ഇപ്പോൾ വന്നിട്ടുണ്ട്. എല്ലാവരും കൂടിയിട്ട് അടിക്കാനുള്ള കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള വീടുകളൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്.
അപ്പോൾ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് മദ്യം ഒഴിച്ചുകൂടാൻ പാടില്ലാത്തൊരു സാധനമൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ വന്നിരിക്കുന്നത്. എനിക്കറിയില്ല എന്താണ് ഈ നമ്മുടെ ഇതുണ്ടല്ലോ IT മേഖലയിൽ, IT പാർക്കുകളിൽ എന്തിനാണ് മദ്യം കഴിക്കാനുള്ള ഒരു ബിയർ പാർലറും മറ്റൊക്കെ വെക്കുന്നത് മനസ്സിലായിട്ടില്ല. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ നമുക്കൊന്ന് വെക്കണ്ടേ അല്ലേ? ഡോക്ടേഴ്സ് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ക്ഷീണമായി കഴിഞ്ഞാൽ കുറച്ചൊന്ന് കഴിക്കണ്ടേ? അപ്പോൾ എന്തിനാണ് ഗവൺമെൻറ് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്? ഇപ്പോൾ IT മേഖലയിൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ മേഖലയിലും വെച്ചൂടെ? IT-കാർക്ക് മാത്രം എന്താ അങ്ങനെ മദ്യം കഴിക്കാൻ അവർക്ക് ഒരു പ്രത്യേകതയുണ്ടോ? അപ്പോൾ ഇങ്ങനെ ജനങ്ങളെ ഒരേ സമയം മദ്യത്തിലേക്ക് അട്രാക്ട് ചെയ്യിക്കാൻ ആകർഷിക്കപ്പെടുന്ന ചില തീരുമാനങ്ങൾ വരികയും അതേസമയം മദ്യം കഴിക്കരുതെന്ന് പറയുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മദ്യം ആരംഭിക്കുന്ന പ്രായം നമ്മുടെ അബ്ദുൽ ഖാദർ സാർ പറഞ്ഞല്ലോ, ലഹരി തുടങ്ങുന്ന പ്രായം 13 വയസ്സാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ 1986 19 വയസ്സിൽ മദ്യം കഴിച്ചിരുന്ന മലയാളികൾ 2022 എത്തിയപ്പോഴും 13.5 ഇതായി. ഇത് ശരിക്കുള്ള ഒരു സ്റ്റഡിയാണ്. അനൗദ്യോഗികമായിട്ടുള്ള കണക്ക് പറയുന്നത് ഇപ്പം മദ്യം കഴിക്കുന്ന പ്രായം ഒരു ആള് 12 വയസ്സിൽ മദ്യം കഴിച്ചു തുടങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് UP തലത്തിന് ഹൈസ്കൂൾ തലത്തിലേക്ക് നീങ്ങുമ്പോൾ തന്നെ പലപ്പോഴും പ്രൊജക്റ്റാണ് UP തലത്തിൽ നിന്ന് ഹൈസ്കൂൾ തലത്തിലേക്ക് പോകുമ്പോൾ തന്നെ പലപ്പോഴും ടൂറിന് പോകുമ്പം അല്ലെങ്കിൽ സ്കൂൾ വാർഷികം ഇതൊക്കെയാണ് വിദ്യാർത്ഥികളെ മദ്യത്തിലേക്ക് നയിക്കുന്നത്. ഇനി മദ്യപാനം തന്നെ പുരുഷന്മാരുടെ മാത്രം കുത്തകയൊന്നുമല്ല കേട്ടോ. അങ്ങനെ പുരുഷന്മാരെ മാത്രം കുറ്റം പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. സ്ത്രീകളുടെ ഇടയിൽ കേരളത്തിൽ മദ്യപാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടെല്ലാം സ്ത്രീകൾ വളരെ കുറച്ച് ഒക്കെ ഇങ്ങനെ ഭർത്താക്കന്മാരെ കഴിക്കുന്ന മദ്യം രഹസ്യമായിട്ട് ഭർത്താവ് പോയാൽ ഒളിച്ച് കഴിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നല്ല. ഇപ്പം ഈവൻ മൊത്തം പല പരിപാടികളിലും കോളേജ് ഡേ മുതൽ പല പരിപാടികളിലും ടൂറ് പോകുമ്പോഴൊക്കെ ഈ പുരുഷന്മാരെ പോലെ തന്നെ ഒപ്പം നമ്മുടെ സ്ത്രീകളും കോളേജ് വിദ്യാർത്ഥിനികളും മദ്യം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രൊഫഷണലുകൾ, വീട്ടമ്മമാർ, ഹോസ്റ്റലിൽ താമസിക്കുന്ന എറണാകുളത്തെ ഹോസ്റ്റലിൽ ലേഡീസ് ഹോസ്റ്റലിൻ്റെ പുറകിൽ ആ മതിലിൻ്റെ അപ്പുറത്ത് നോക്കുമ്പോഴും 3-4 ചാക്ക് കൊള്ളാൻ പറ്റാത്ത അത്രയും ബോട്ടിലുകളാണ് ഈ ഹോസ്റ്റലിൻ്റെ മറ്റേ മതിലിൻ്റെ ബാക്കിൽ കിടക്കുന്നതെന്നാണ് പറയുന്നത്. വാടക വീട്ടിൽ താമസിക്കുന്ന, തനിച്ചൊക്കെ താമസിക്കുന്ന ഉദ്യോഗസ്ഥകൾ ഇവരെല്ലാം കാലക്രമേണ മദ്യത്തിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ സാമൂഹിക കുടുംബ പശ്ചാത്തലത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് നമുക്ക് മദ്യം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും മുക്തി നേടാനായിട്ട് നമ്മൾ മലയാളികൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ ഞങ്ങളെല്ലാം ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു അസുഖത്തിന് പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, ടെറിഷറി പ്രിവെൻഷൻ എന്ന് പറയുന്ന സംഗതിയുണ്ട്. അപ്പോൾ ഇതിൽ സെക്കൻഡറി പ്രിവെൻഷൻ, ടെറിഷറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ രോഗിയായിട്ട് അവരെ ആശുപത്രിയിൽ കൊണ്ടുവരികയും പിന്നെ അവർക്ക് വരുന്ന കോംപ്ലിക്കേഷനൊക്കെ ശരിയാക്കി എടുക്കുന്നതൊക്കെയാണ് ഈ സെക്കൻഡറി ടെറിഷറി പ്രിവെൻഷൻ. അപ്പോൾ നമുക്കതല്ല വേണ്ടത്. നമുക്കൊരാൾ മദ്യപാനിയായിട്ട് അതിനുശേഷം അവരെ ചികിത്സിക്കുന്ന ഒരു സ്ഥിതിവിശേഷമല്ല വേണ്ടത്. അങ്ങനെ നമുക്കൊരു ആൾ മദ്യപാനിയായിട്ട് നമ്മൾ അതിനെ ചികിത്സിച്ച് കൊണ്ടുവരുമ്പോഴേക്കും ഒരു 100 മദ്യപാനി ഉണ്ടെങ്കിൽ 3% ആളുകൾ മാത്രമാണ് ഒരു ആശുപത്രിയിൽ, 100-ൽ 3% ആളുകൾ മാത്രമാണ് ചികിത്സയ്ക്കായിട്ട് എത്തപ്പെടുന്നത്. ബാക്കി 97% എത്തുന്നില്ല. അപ്പോൾ വളരെ കുറഞ്ഞൊരു ശതമാനത്തിന് നമ്മൾ ചികിത്സിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഈ ലഹരിയോ മദ്യപാനമോ നമുക്ക് സമൂഹത്തിൽ കുറയ്ക്കാനോ നിർത്താനോ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് വേണ്ട പ്രൈമറി പ്രിവെൻഷൻ ഉള്ള സംഗതിയാണ്. അപ്പോൾ അതായത് നമുക്ക് ഇവരെ മദ്യത്തിലേക്ക് നയിക്കാതിരിക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാം. അതിന് തീർച്ചയായിട്ടും ബോധവൽക്കരണം വേണം. ഇത്തരത്തിലെ ബോധവൽക്കരണം ശരിക്ക് ഇവിടെയല്ല വേണ്ടത്. അത് ശരിക്കും പ്രൈമറി സ്കൂൾ തലത്തിലേ വേണം. നമ്മുടെ സാർ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഒരു സിലബസിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കൊരു സബ്ജക്റ്റ് ശരിക്കും ഇത്തരത്തിൽ ലഹരിയിലേക്ക് പോകാതിരിക്കാനായിട്ട്, ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്, അതിലേക്ക് പോകാതിരിക്കാനായിട്ട് എന്തെല്ലാം ചെയ്യണം എന്നുള്ളൊരു സബ്ജക്റ്റ് തന്നെ നമുക്ക് മാറ്റണം. ഈ സബ്ജക്റ്റിൽ നമുക്ക് വേണ്ടത് ഇത് തിയറി ക്ലാസ് അല്ല.
ഇതിനു വേണ്ടി നമുക്ക് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് നമുക്ക് നേരിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക്, പ്രൈമറി തലത്തിലെ കുട്ടികളെ ഇതിൻ്റേതായിട്ടുള്ള ചികിത്സ കൊടുക്കുന്ന ഡി അഡിക്ഷൻ സെൻ്ററിലും മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡിലും, പുകയില ഉപയോഗമാണെങ്കിൽ അവിടെ ക്യാൻസറായിട്ട് ഇഷ്ടംപോലെ ആളുകളെ കാണാം. ഗ്യാസ്ട്രോ വാർഡുകളിൽ പോയാൽ ലിവർ സിറോസിസ് ആയിട്ട് ഇങ്ങനെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം കാത്ത് ഇങ്ങനെ കിടക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ദൂഷ്യഫലങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാഠ്യപദ്ധതി നമ്മുടെ പ്രൈമറി തലത്തിൽ മുതൽ വിദ്യാർത്ഥികൾക്കുണ്ടെങ്കിൽ മാത്രമാണ് അവരുടെ മനസ്സിൽ അതിൻ്റെ ആ ഒരു ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ ഒരു മനസ്സിൽ ആ ചെറുപ്രായത്തിൽ തന്നെ ദൃഢമായിട്ട് അത് പതിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് അവരെയൊക്കെ ഇത്തരത്തിലുള്ള ലഹരിയിൽ നിന്ന് നമുക്ക് പിന്തിരിപ്പിക്കാനും ലഹരിയുടെ ഉപയോഗം കേരളത്തിൽ കുറയ്ക്കാനൊക്കെ നമുക്ക് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ മദ്യപാനം അല്ലെങ്കിൽ ലഹരിയൊക്കെ നിർത്തുക എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു വ്യക്തിയുടെ മാത്രം ഒരു ഉത്തരവാദിത്വമല്ല. അത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടമായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മൾ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സന്നദ്ധ സംഘടനകളുണ്ടെങ്കിൽ ആ സംഘടനകളുടെയും സർക്കാരിൻ്റെയും മത സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും എല്ലാവരുടെയും കൂട്ടായിട്ടുള്ളൊരു ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് ഒന്നിച്ച് നമുക്ക് മുന്നേറിയാൽ മാത്രമാണ് നമുക്ക് ഈ മദ്യത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തെ നമുക്ക് കരകയറ്റാനായിട്ട് പറ്റുകയുള്ളൂ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം ഒരു മദ്യവിമുക്ത കുടുംബങ്ങളാകട്ടെ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ഇങ്ങനെ ഈ മദ്യത്തിൻ്റെ ദൂഷ്യഫലങ്ങളിലേക്ക് മാത്രം ഒരു വിരലൂന്നുന്ന ഒരു പ്രസൻറ്റേഷൻ മാത്രമാണ് ഇവിടെ കാണിച്ചത്. അല്ലാതെ ഇതിൻ്റെ ചികിത്സയിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.